ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മാനവ ജീവിതം എന്ന മഹത്തായ സന്ദേശം പകർന്നു നൽകുന്ന പരിപാവനമായ ഉയർപ്പ് പെരുന്നാളാണ് ഇന്ന്. ലോകൈക രക്ഷകനായ യേശു തമ്പുരാൻ മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്തതിൻ്റെ പുണ്യസ്മരണ ലോകം മുഴുവനും അയവിറക്കുന്ന അനുഗ്രഹീതമായ ദിവസം. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇരുളിന് ശേഷം ഒരു പുലരിയുണ്ട്. നിരാശയ്ക്കപ്പുറം ഒരു പ്രത്യാശയുണ്ട്. രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട് എന്നതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല അനുഭവങ്ങൾക്ക് അപ്പുറത്ത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരനുകൂലമായ അന്തരീക്ഷമുണ്ട് എന്ന് അനുഗ്രഹീതമായ ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഒരു പുരോഹിത ശ്രേഷ്ഠൻ്റെ മരണാനന്തര ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത സംഭവങ്ങളെക്കുറിച്ചോ വലിയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ആരും പ്രസംഗിച്ചില്ല. കാരണം അദ്ദേഹം തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നു, തൻ്റെ മരണാനന്തര ശുശ്രൂഷയിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറയാതെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന്. ആ പുരോഹിതൻ്റെ ശ്രേഷ്ഠൻ്റെ മരണാനന്തര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോയ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിറയെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരുപാട് നല്ല ചിന്തകൾ ഉണർത്തുന്ന വിധത്തിലായിരുന്നു ഓരോ പ്രഭാഷണങ്ങളും നടന്നത്. സ്നേഹമുള്ളവരെ, ഈ പുനരുദ്ധാന പെരുന്നാൾ നമ്മയും ക്ഷണിക്കുകയാണ് ഒരു ഉയർപ്പിന് വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ മരണത്തിൻ്റെ ചിന്തകളിൽ നിന്ന് നമുക്കൊരു ഉയർപ്പ് ആവശ്യമാണ്. ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് നമുക്കൊരു ഉയർപ്പ് ആവശ്യമാണ്. അശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ നിന്നും നമുക്കൊരു ഉയർപ്പ് ആവശ്യമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരണത്തിൻ്റെ സകല നൊമ്പരങ്ങളും പേറി പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഒരു മനുഷ്യൻ വിശപ്പടക്കാൻ വേണ്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു റൊട്ടിക്കഷണം കൂടെയുള്ളവന് കൊടുക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ എന്ത് മണ്ടത്തര കാണിക്കുന്നത്? ആ റൊട്ടിക്കഷണം കഴിച്ചാൽ മാത്രമല്ലേ നിനക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ? അത് കഴിച്ചില്ലെങ്കിൽ നീ മരിച്ചു പോകും നിശ്ചയമാണ്. അയാൾ പറഞ്ഞ മറുപടി ശ്രദ്ധേയാണ്. ഞാൻ ഈ റൊട്ടിക്കഷണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ശരീരം മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ മരണത്തിൻ്റെ സമയത്ത് പോലും തനിക്കുള്ളത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവെക്കാനുള്ള എൻ്റെ മനസ്സ് മരിച്ചാൽ അതല്ലേ ശരിക്കും മരണമെന്ന് പറയുന്നത്? പുനരുദ്ധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ശരീരം മരിക്കുമ്പോഴും മനസ്സ് മരിക്കാതെ സൂക്ഷിക്കുന്ന മനോഹരമായ അനുഭവം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് പാടിയതുപോലെ മരിക്കാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മകളായി മാറ്റപ്പെടാൻ ഓരോ പുനരുദ്ധാന പെരുന്നാളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സന്ദേശം പകർന്നു നൽകുന്ന, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മാനവ ജീവിതമെന്ന മഹത്തായ സന്ദേശം പകർന്നു നൽകുന്ന, ഒപ്പം ശരീരം മരിച്ചാലും നന്മകൾ ചെയ്യാനുള്ള മനസ്സ് മരിക്കാതെ സൂക്ഷിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ഒപ്പം മരിക്കാത്ത
ഓർമ്മകളായി മാറ്റപ്പെടാനുള്ള മനോഹരമായ സന്ദേശം കൂടി പകർന്നു നൽകുന്ന ഈ ഉയർപ്പ് വരുന്ന എല്ലാവർക്കും സന്തോഷത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.